എറണാകുളം മഞ്ഞുമ്മൽ പത്തേലക്കാട് ഫാക്ട് ടൗൺഷിപ്പിലൂടെയുള്ള പൊതുവഴി അടച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഫാക്ടിലെ മാർക്കറ്റിലേക്കും സ്കൂളിലേക്കും കണ്ടെയ്നർ റോഡിലേക്കുമുള്ള പ്രധാന പാതയാണ് അടച്ചത്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണമാണ് നടപടിയെന്ന് ഫാക്ട് മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. ടൗൺഷിപ്പിലെ പ്രധാന കാവൽക്കാരിയായ ജൂലിക്ക് പത്തേലക്കാടിലേക്ക് കടക്കണമെങ്കിൽ കുറച്ച് മെനക്കെടണം. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ആളുകൾക്ക്. പത്തലക്കാട് മഞ്ഞുമ്മൽ പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് കണ്ടെയ്നർ റോഡിലേക്ക് പോകണമെങ്കിൽ FACTയുടെ ഈ മതിൽ, ഈ ഗേറ്റ് ചാടിക്കടന്ന് വേണം പോകാൻ. 2 മാസം മുമ്പാണ് FACT മാനേജ്മെൻറ്റ് ഈ ഗേറ്റ് അടച്ചു പൂട്ടിയത്. 2.5 പതിറ്റാണ്ടായി ഇവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ ഗേറ്റാണ്, ഈ സഞ്ചാരപാതയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചു പൂട്ടിയത്. ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ 100-ലധികം വരുന്ന കുടുംബങ്ങളാണ്. 10-20 വർഷമായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴിയാണ് 2 മാസം മുമ്പ് അടച്ചത്. കൊമേഴ്സ്യലായിട്ടുള്ള ഇറച്ചി മാലിന്യങ്ങൾ, അപ്പോൾസറി വേസ്റ്റ്, അതുപോലെ ടൈലറിങ് വേസ്റ്റ്, അതുപോലുള്ള മാലിന്യങ്ങൾ കൊമേഴ്സ്യലായിട്ടുള്ളതാണ്. പുറത്തുനിന്നുള്ള ഏലൂരിന് പുറത്തുനിന്ന് വന്നിട്ടാണ് അതിടുന്നത്. അത് പിടിക്കാനായിട്ട് FACT പോലത്തെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഒട്ടനവധിയുണ്ട്. CCTV വയ്ക്കാം, CISFൻ്റെ കമാൻഡർ ഉൾപ്പെടെയുള്ള അവരുടെ ക്വാർട്ടേഴ്സിൽ അവിടെ ഉള്ളത്, അവർക്കത് ചെയ്യാം. പക്ഷെ അത് ചെയ്യേണ്ടതിന് പകരം ഈ പൊതുജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി അടച്ചു കെട്ടുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ഫാക്ടിന്റെ നടപടിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും പ്രദേശത്തെ സ്ത്രീകളാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതിലേ തിന്നണേന് ഞങ്ങൾ ഇങ്ങനെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ചുരുക്കം. ഞങ്ങൾക്ക് ഇതിലേ പോയേ പറ്റൂ. ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് ഇതിലേ ഇപ്പോൾ ഒരു അങ്ങോട്ട് ഒന്ന് മാർക്കറ്റിൽ പോകണമെങ്കിൽ, ഒരു കടയിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇതിലേ പോകണം. ഫാക്ട് ടൗൺഷിപ്പിനകത്ത് 2 സ്കൂളുകളുണ്ട്, കൂടാതെ കളിസ്ഥലവും. കണ്ടെയ്നർ റോഡിലേക്ക് മഞ്ഞുമലിലെയും പത്തേലക്കാടിലെയും ആളുകൾക്ക് എളുപ്പം കടക്കാനാവുന്ന വഴിയാണ് ഇത്. പക്ഷേ ഇനി 2 കിലോമീറ്ററെങ്കിലും ചുറ്റണം. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് ഗേറ്റ് അടച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. കൂടാതെ സാമൂഹ്യ വിരുദ്ധർ രാത്രിയിൽ മാലിന്യം കൊണ്ടിടുന്നതും പതിവാണ്. വഴി തുറക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് CPMന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ. കൊച്ചിയിൽ നിന്നും അലോഷിക്കൊപ്പം അജീഷ് ജയകുമാർ, 24.